പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നീ ഇതെന്തായി ചെയ്യുന്നേ? വ്യാസമിത്രയുടെ നേരെ ലക്ഷ്യം വെച്ച് കാർ ഓടിക്കുന്നത് കണ്ട അശോകൻ പകച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അവളെ ഞാൻ തീർക്കാൻ പോകാം. അവളിനി വേണ്ട മോനെ, വേണ്ട, അതൊരു ആപത്താണ്. അശോകൻ വ്യാസം പറഞ്ഞത് കേട്ട് പേടിയോടെ പറഞ്ഞുവെങ്കിലും വ്യാസം അതൊന്നും കാര്യമാക്കാതെ ക്രൂരമായ ചിരിയോടെ വണ്ടിയുടെ വേഗം കൂട്ടി മിത്രയെ ലക്ഷ്യം വെച്ച് പാഞ്ഞു. ഇതേസമയം തന്റെ നേരെ വേഗത്തിൽ വരുന്ന കാറ് കണ്ടതും മിത്ര ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും ബോധം വന്നതുപോലെ വേഗം പിറകിലേക്ക് ഒഴിഞ്ഞു മാറിയതും മിത്ര ഒരു കല്ലിൽ തട്ടി ഓവിചാലിന്റെ അടുത്തായി മലന്നടിച്ചിരുന്നു. അമ്മേ! കൈമുട്ട് ഓവിചാലിന് മുകളിലിട്ട സ്ലാബിലിടിച്ചതും മിത്ര വേദന കാരണം ഒച്ചവെച്ച് പോയി. അപ്പോഴേക്കും മിത്ര വീണത് കണ്ട് അവിടെ നിന്നവരും അടുത്ത കടകളിലുള്ളവരെല്ലാം അങ്ങോട്ടേക്ക് ഓടി വന്നിരുന്നു. മിത്ര തന്നെ മുന്നിൽ നിന്നും വഴുതി മാറിയത് കണ്ട് വ്യാസിന് വല്ലാത്ത ദേഷ്യം തോന്നി. പെട്ടെന്ന് കാർ ബ്രേക്ക് ചവിട്ടി റിവേഴ്സ് എടുക്കാൻ നിന്നതും അവിടെ കൂടിയുന്നവരെല്ലാം വ്യാസിനെ തടഞ്ഞു. വല്ലതും പറ്റിയോ മോളെ? മിത്രയെ എല്ലാവരും കൂടി എണീപ്പിച്ച് നിർത്തിയതും കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീ ചോദിച്ചു. ഒന്നും പറ്റിയില്ല ചേച്ചി, കയ്യിൽ തോലി പോയെന്നുള്ളൂ. മിത്ര കൈയിടിച്ച ഭാഗത്തെ മണ്ണ് തട്ടിക്കളഞ്ഞ് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇവനാ ഈ കുട്ടി ഇടിച്ചിടാൻ നോക്കിയത്. ബലമായി വ്യാസിനെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് കുറച്ചു പേർ പറഞ്ഞതും മിത്ര തന്നെ ദയിച്ചു നോക്കുന്നത് കണ്ട് വ്യാസ് അവളെ നോക്കാതെ പരിങ്ങി. ഇവൻ ഈ കുട്ടിയെ മനപ്പൂർവ്വം ഇടിച്ചു വീതാൻ നോക്കിയതാ. ഈ കുട്ടി ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അധികം ഒന്നും പറ്റിയില്ല. അടുത്തുള്ള കടയുടെ ഉടമ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. പോലീസിനെ വിളിക്ക്, ഇവൻ അങ്ങനെ വിട്ടാൽ ശരിയാകില്ല. വ്യാസ് മനപ്പൂർവ്വം ഇടിക്കാൻ വന്നതാണെന്ന് അറിഞ്ഞതും അവിടെയുള്ളവരെല്ലാം പറഞ്ഞതും വ്യാസ് മനസ്സിൽ ചെയ്തു പോയ അബദ്ധത്തെ ആലോചിച്ച് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു. അയ്യോ ക്ഷമിക്കണം, എന്റെ മോൻ മനപ്പൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിയതാ. പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലായതും അശോകൻ വേഗം അവിടേക്ക് വന്ന് ഇടപെട്ടു. ഞങ്ങൾ കണ്ടതാ അവൻ ഈ കൊച്ചിന് നേരെ വരുന്നത്. അത് പെട്ടെന്ന് അവന്റെ കണ്ണിലൊരു പ്രാണി പോയി, അതിൽ കാറ് വെട്ടിച്ചതിൽ പറ്റിയതാണ്, അല്ലാതെ മനപ്പൂർവ്വമല്ല. ഞങ്ങൾക്ക് ഈ കുട്ടി അറിയേ കൂടിയില്ല. അശോകൻ പറഞ്ഞു കേട്ട് മിത്ര വ്യാസിനെ തറപ്പിച്ച് നോക്കി നിന്നതും വ്യാസ് പതർച്ചയോടെ നോട്ടം മാറ്റി നിന്നു. മോൾക്ക് ഇവരറിയോ? തന്നെ നോക്കിയുള്ള ചോദ്യം കേട്ടതും മിത്ര വ്യാസിൽ നിന്ന് നോട്ടം മാറ്റാതെ അറിയില്ലെന്ന രീതിയിൽ കനത്തിൽ മൂളി. ചേട്ടാ പ്രശ്നമാക്കണ്ട, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഇവർ പൊക്കോട്ടെ. പ്രശ്നം രൂക്ഷമായാൽ രവി കാര്യങ്ങൾ അറിഞ്ഞാലെന്ന് കരുതി മിത്ര വേഗം വെടിയിൽ കയറി പറഞ്ഞു. ഈ കുട്ടിക്ക് പ്രശ്നമല്ല, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ? അശോകൻ അവരെ നോക്കി അമർഷം അടക്കി നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ പോയേക്കാം, പക്ഷേ ഇവൻ ഇനി ഇവിടെ കാണരുത്. അതും പറഞ്ഞ് ഓരോരുത്തരായി ഒഴിഞ്ഞു പോയതും മിത്ര വ്യാസിനരികിലേക്ക് നടന്നു. അവനവളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചതും അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് മിത്രയുടെ കൈ വ്യാസിന്റെ കവളിൽ പതിഞ്ഞു. എല്ലാം തുടങ്ങി വെച്ചത് നിങ്ങളാ, എല്ലാം. നിങ്ങളെ ജീവനോടെ കത്തിക്കാനുള്ള ദേഷ്യം എന്നിലുണ്ടായിട്ടും തൻ്റെ ദുഷ്പ്രവൃത്തി കാരണം ഇപ്പോഴും നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇതുവരെ ഞാൻ നിങ്ങൾക്ക് നേരെ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഇനി എൻ്റെ നേരെ തടസ്സമായി വന്നോ കൊല്ലാനും മടിക്കില്ല ഞാൻ. വ്യാസിനെ നോക്കി വിരൽ ചൂണ്ടി താക്കിയതുപോലെ അതും പറഞ്ഞ് മിത്ത അവിടുന്ന് പോയതും വ്യാസ് പകിയോട് അവൾ പോയ വഴിയെ നോക്കിയിരുന്നു. ഇപ്പൊ ഒന്നും വേണ്ട, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്. ഇപ്പൊ നീ വാ, നമുക്ക് പോകാം. വ്യാസിന്റെ ഉള്ളിലിപ്പ് മനസ്സിലാക്കി അശോകൻ അവന്റെ ചുമലിൽ പിടിച്ച് അതും പറഞ്ഞ് അവനെയും കൂട്ടി അവിടുന്ന് നടന്നു. മിത്ര വേഗം പോയി മെഡിക്കൽ ഷീറ്റിലെഴുതിയ മരുന്ന് വാങ്ങി കയ്യിലെ തൊലി പോയി മുറിഞ്ഞത് രവി കാണാതിരിക്കാൻ ഷോളപ്പെടുത്തി കൈമുട്ടും മറച്ച് മിത്ര ഹോസ്പിറ്റലിലേക്ക് നടന്നു. എന്നതാ ദേവ ഇത്ര സമയമായത്? തങ്ങളുടെ അടുത്തേക്ക് വരുന്ന മിത്രയെ കണ്ട് ആദിയോട് രവി ചോദിച്ചു. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ചായ, അതാ വൈകിയത്. നമുക്ക് ഇറങ്ങിയാലോ? കൂടുതൽ സംസാരത്തിന് ഇട കൊടുക്കാൻ നിൽക്കാതെ മിത്ര പറഞ്ഞു. ഞാൻ പാർക്കിങ്ങിൽ പോയി വണ്ടി എടുത്തിട്ട് വരാം. രവി തന്റെ തോളിൽ തലവെച്ച് കിടക്കുന്ന കുഞ്ഞുണ്ടെ പതിയെ നേരെ ഇരുത്തി അതും പറഞ്ഞ് പോയതും മിത്ര അവന്റെ അടുത്തായി വന്നിരുന്നു. തീരെ കുറവില്ലടാ കുഞ്ഞൂട്ടാ. വാടിത്തളം നിൽക്കുന്ന കുഞ്ഞുട്ടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും കുഞ്ഞുട്ടിനെ അതേ എന്ന രീതിയിൽ മൂളിക്കൊണ്ട് അവളുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. സാരല്ല, വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചൊന്ന് എണീക്കുമ്പോഴേക്ക് പനിക്ക് മാറിക്കോളും. കുഞ്ഞുട്ടിന്റെ കഴുത്തിൽ കൈവച്ച് ചൂട് നോക്കി അവന്റെ നെറ്റിയിൽ വീണ് കിടന്ന മുടിയിഴകളും മാടി ഒരുക്കിക്കൊണ്ട് മിത്ര പറഞ്ഞതും കുഞ്ഞുട്ടിന് അവളുടെ ചൂടിലേക്ക് പതുങ്ങിയിരുന്നു. കണ്ണുകളിലേക്ക് വെളിച്ചം പതിക്കാൻ തുടങ്ങിയതും ധ്യാന അസ്വസ്ഥതയോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റും നോക്കി. ചുവരിൽ വെച്ച ക്ലോക്കിലും ഇഴകൾ ഉറക്കിയതും സമയം 8 മണിയായത് കണ്ട് ധ്യാനം ഞെട്ടി. പിന്നെ പെട്ടെന്ന് ഓർത്തുപോലെ തൻ്റെ അടുത്ത് കിടക്കുന്ന രാധവനെ നോക്കി. കഴിഞ്ഞ ദിവസം രാത്രി എല്ലാം കൊണ്ടും അവളെ തൻ്റേതാക്കിയത് ആലോചിച്ചതും ധ്യാനിന്റെ ചുണ്ടിൽ അവളോടുള്ള സ്നേഹം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു. രാധു, എനിക്ക് സമയം വൈകി.
കഴുത്തറ്റം മൂടി പൊതിച്ച് കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന രാധവനെ കണ്ടതും അവളുടെ കിടത്തം കണ്ട ധ്യാൻ ചിരിയടക്കി അവളെ തട്ടി വിളിച്ചു. കുറച്ചു നേരം കഴിയട്ടെ. ഉറക്കത്തിനിടയിൽ ധ്യാനിന്റെ കൈകൾ തട്ടിമാറ്റി അതും പറഞ്ഞ് രാധ ഒന്നും കൂടെ പുതപ്പിനടിയിലേക്ക് ചുരുണ്ട് കിടന്നു. കോളേജിൽ പോകണ്ടേ? ഇപ്പൊ തന്നെ സമയം 8 മണിയായി. രാധവിന്റെ തോളിൽ നിന്നും പുതപ്പിത്തിരി താഴേക്ക് വലിച്ചുകൊണ്ട് ധ്യാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല. പുതപ്പ് മാറ്റിയതും ശരീരത്തിലേക്ക് തണുപ്പ് വ്യാപിച്ചതും രാധ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. നിന്നെ ഞാൻ ശരിയാക്കി തരടി കൂമ്പകർണി. രാധ എണീക്കാതെ വീണ്ടും കിടന്നുറങ്ങുന്നത് കണ്ട് ധ്യാൻ മനസ്സിൽ പറഞ്ഞ് രാധവനോട് ചേർന്ന് കിടന്ന് അവളുടെ പുറത്തുള്ള പുതപ്പ് മാറ്റിക്കഴിഞ്ഞ് വീണ് കിടക്കുന്ന അവളുടെ മുടികളെല്ലാം മാടി ഒതുക്കി സൈഡിലേക്കിട്ട് ധ്യാൻ രാധവന്റെ വായിലൂടെ കൈയിട്ട് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. രാധവന്റെ പിൻകഴുത്തിൽ മുഖം പൂഴ്ത്തി ചുംബിച്ചതും രാധ ഒന്ന് കുറുകിക്കൊണ്ട് തോളുകൊണ്ട് ധ്യാനിന്റെ മുഖം തട്ടിമാറ്റാൻ തുടങ്ങിയെങ്കിലും ധ്യാൻ അതിനെ അനുവദിക്കാതെ അവൾ ഇറുകപ്പുണന്ന് ചുംബിച്ചു. മാഷെ വേണ്ട. നഗ്നമായ പുറത്തും തോളിലും കഴുത്തിലുമെല്ലാം ധ്യാനിന്റെ ചുണ്ടുകൾ ചുടുചുംബനം ചാത്തിക്കൊണ്ട് ഒഴുകി നടക്കാൻ തുടങ്ങിയതും രാധ ഉറക്കം ഞെട്ടിയെണീറ്റ് അവന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞതും ധ്യാൻ രാധവിനെ തന്റെ നേരെ തിരിച്ചു കിടത്തി വലിഞ്ഞു മുറുക്കിയതും തന്റെ ദേഹത്തോട് അവന്റെ ദേഹമാവുന്നതെന്ന് രാധ വിറച്ചുകൊണ്ട് ധ്യാൻ അള്ളിപ്പിടിച്ച് മുഖത്തെല്ലാം ചുണ്ടുകൾ ചേർത്തു. ധ്യാൻ ചുംബിക്കാൻ തുടങ്ങിയതും രാധ എറുപ്പൊന്നും കാണിക്കാതെ അവന്റെ ചുംബനങ്ങൾ സ്വീകരിച്ച് കിടന്നു. പതിയെ ധ്യാനിന്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളിലേക്ക് അരിച്ചിറങ്ങി. രാധവിന്റെ കീച്ചുണ്ട് വായിലാക്കി നുണയാൻ തുടങ്ങിയതും എപ്പോഴോ രാധവും അവനെ തിരിച്ച് ചുംബിക്കാൻ തുടങ്ങി. ധ്യാനിൽ അവളെ ചുംബിച്ചുണർത്താനുള്ള തോര നിറഞ്ഞു. ചുംബനത്തിനിടയിൽ അവന്റെ കൈകൾ രാധവിന് കുസൃതി കാണിച്ച് ഒഴുകി നടക്കാൻ തുടങ്ങിയതും രാധയിൽ നിന്നും ഉയർന്ന ആദനാദങ്ങൾ സിൽക്കാര ശബ്ദങ്ങളും ധ്യാൻ ആവേശം വർദ്ധിപ്പിച്ചു. പതിയെ സാവകാശം അവളിലെ സ്ത്രീയെ ഉണർത്തി വീണ്ടും അവളിൽ കുളിൽ പടർത്തി നനത്ത തെന്നലായി വീശിയടിക്കാൻ തുടങ്ങിയിരുന്നു. സോറി. ധ്യാൻ തളർന്ന അവളിൽ നിന്നും മടന്നു മാറിയതും വാടി തളർന്ന് കിടക്കുന്ന രാധവിനെ കണ്ട് വിഷമത്തോടെ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു. എന്തിനാ സോറി? രാധ സംശയത്തിൽ തനിക്കരികിൽ കിടക്കുന്ന ധ്യാനെ മിഴികളുയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിന്നെ കുറെ കഷ്ടപ്പെടുത്തിയില്ലേ, അതിന്? രാധവിന്റെ നെറ്റിയിൽ വിയർത്തൊട്ടിപ്പിടിച്ച് കിടക്കുന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞതും രാധ ചിരിയോട് അവനോട് ചേർന്ന് കിടന്നു. കഷ്ടപ്പെടുത്തിയെങ്കിലേ ഞാനങ്ങ് സഹായിച്ചു. ധ്യാന്റെ മീശയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് രാധ ചിരിയോടെ പറഞ്ഞതും ധ്യാൻ ചിരിയോടെ രാധവിനെ ചുവന്നിരിക്കുന്ന കവളിൽ അമർത്തി മുത്തി. അയ്യോ, കോളേജിൽ പോണം, സമയം വൈകി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ ധ്യാൻ പറഞ്ഞതും അപ്പോഴാണ് രാധവിന് ക്ലാസ്സുള്ള കാര്യം ഓർമ്മ വന്നത്. ഞാൻ വരുന്നില്ല, എനിക്കൊന്ന് കോളേജിലേക്കൊന്നും വരാൻ വയ്യ. മിത്ര തന്നെ ഇന്ന് കോളേജിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് ഓർമ്മ വന്നതും രാധ അവളില്ലാതെ കോളേജിലേക്ക് പോകാൻ മടിച്ചുകൊണ്ട് മുഖത്ത് ആവശ്യത്തിൽ കൂടുതൽ ക്ഷീണം വാരി വിതറി രാധ പറഞ്ഞു. വയ്യെങ്കിൽ നീ വരണ്ട, ഞാൻ പൊക്കോളാം. അത് പറഞ്ഞ് ധ്യാൻ കട്ടിലേക്ക് കിടക്കുന്ന മുണ്ടെടുത്ത് കൊടുത്ത് ബാത്റൂമിലേക്ക് പോയതും രാധ നീറ്റ് ഡ്രസ്സെല്ലാം എടുത്തിട്ട് അഴിഞ്ഞു വീണ മുടി കെട്ടി ബ്രഷിൽ പേസ്റ്റാക്കി വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. രാധ പല്ല് തേച്ചും വായും മുഖവും കഴുകി മുറ്റം മുഴുവൻ അടിച്ചു വാരി ഉള്ളിലേക്ക് വരുമ്പോഴേക്കും ധ്യാൻ കുളിച്ചു വന്ന് ഇരുവർക്കുള്ള ചായ ഉണ്ടാക്കിയിരുന്നു. വാ കഴിക്കാം. രാധവിനെ കണ്ടതും ചായ 2 ഗ്ലാസ്സിലേക്കായി പകർന്നുകൊണ്ട് ധ്യാൻ പറഞ്ഞു. ബ്രെഡും ജാമാണോ? ധ്യാൻ ബ്രെഡിൽ ജാം തേച്ച് പ്ലേറ്റിലേക്ക് വെക്കുന്നത് കണ്ട് അവനെ സംശയത്തിൽ രാധ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതേന്നേ, വേറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല. നിനക്കിത് പറ്റില്ലേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് ഭക്ഷണമായാലും ഞാൻ കഴിക്കും. വിശക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. വിശന്നാ പിന്നെ വയറ് ഫുള്ളായില്ലേ, വല്ലാത്ത ബുദ്ധിമുട്ടാ. രാധ ചെയറിലേക്ക് ഇരുന്ന് ചായ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. രാധവിന്റെ മുഖത്ത് ഭാവവും പറച്ചിലും കണ്ട് ധ്യാൻ ചിരിയോടെ കഴിക്കാൻ തുടങ്ങി. ആ പിന്നെ എന്നീ ബ്രെഡും ജാമും പതിവാക്കണ്ടോ, എനിക്കെടുക്കുന്ന നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. രാധ കഴിക്കുന്നതിനിടയിൽ പെട്ടെന്നെന്തോ ഓർത്തുപോലെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ. ആജ്ഞ പോലെ രാധ പറഞ്ഞത് കേട്ട് ധ്യാൻ കഴിക്കുന്നതിനിടയിൽ അവളെ ആക്കിയതുപോലെ എളിമ വായിച്ച് അതും പറഞ്ഞ് ധ്യാൻ വേഗം കഴിച്ച് എണീറ്റ് റെഡിയായി വന്നപ്പോഴേക്കും ഭക്ഷണം കഴിച്ച പാത്രമെല്ലാം കഴുകി വെച്ച് രാധവും വന്നിരുന്നു. അല്ല, നിനക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ? ഞാൻ ഓർഡർ ചെയ്ത് വരച്ചോളാം, എനിക്ക് കഴിക്കാനുള്ളത്. മാഷൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി. ധ്യാൻ പറഞ്ഞ് മുഴുവനാക്കും മുമ്പ് രാധ വേഗം ചാടിക്കയറി പറഞ്ഞു. ഞാൻ ചെയ്തോളാം, പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു മയത്തിലൊക്കെ ചെയ്യണേ. രാധ പറഞ്ഞത് കേട്ട് ധ്യാൻ വെറുതെ കളിയായി അവളോട് പറഞ്ഞതും രാധ ചുണ്ടുകൂട്ടി. ഞാൻ മയത്തിലേക്ക് ഓർഡർ ചെയ്തോളാം, മാഷ് ഇന്ന് നേരം കളയാതെ പോകാൻ നോക്ക്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോഴെങ്കിലും ഒന്ന് ചിരിച്ച് യാത്രയാക്കിക്കൂടെ എൻ്റെ ഭാര്യയെ. കള്ളപ്പരിഭവത്തിൽ വീർപ്പിച്ചു വെച്ച് രാധവിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ധ്യാൻ പറഞ്ഞു. ഓ, ഇനി ചിരിക്കാതെ എൻ്റെ മുഖം കൊണ്ട് പോകണ്ട, ഇത്ര മതിയോ? ധ്യാൻ പറഞ്ഞത് കേട്ട് ചിരിച്ചു നിന്നുകൊണ്ട് രാധ ചോദിച്ചു. എൻ്റെ പൊന്നെ, മതിയേ, ഞാൻ ഇറങ്ങാണ്. ഡോർ ലോക്ക് ചെയ്യാൻ മറക്കണ്ട.
അത് പറഞ്ഞ് രാധവന്റെ നെറുകയിൽ മുതി ധ്യാൻ പോയി വണ്ടി സ്റ്റാർട്ടാക്കിയതും രാധവനെ നോക്കി ചിരിയോടെ കൈവീശി കാണിച്ചു. ധ്യാൻ തിരിച്ചവളെ നോക്കി കൈവീശി കാണിച്ചു പോയതും രാധ ഗേറ്റ് അടിച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി.